ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്നായിരിക്കും കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ സുഖമായി പോണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഹെല്ലി ബേബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ മോൾക്ക് മാഷാ അല്ലാ 3 വയസ്സായിട്ടോ. എൻ്റെ മോൾക്ക് പഠിച്ച ദീർഘായുസും ആരോഗ്യമൊക്കെ കൊടുത്ത് നല്ല മോളാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ മോൾക്ക് രാവിലെ തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ അവളെ മാമി മുഹമ്മദ് എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ നഴ്സറിയിൽ പോയി അപ്പോൾ കരഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ബർത്ത്ഡേ ആയിട്ട് വെറുതെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നഴ്സറിയിൽ നിന്ന് ഞാൻ തിരിച്ചു കൊടുന്ന് എൻ്റെ കൂടെ ക്ലാസ്സിന് കൊണ്ടുപോയിട്ടോ ഞാൻ. അപ്പോൾ മൂപ്പരാൾക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടം, സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്തൊക്കെ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അവൾക്ക്. കേക്ക് പക്ഷേ ഞാൻ കട്ട് ചെയ്തില്ല, കേക്ക് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് ഡ്രസ്സ് അതുപോലെ തന്നെ അവൾക്ക് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അവളുടെ ചെരുപ്പും ഉടുപ്പൊക്കെ? സൂപ്പറായില്ലേ? പിന്നെ രാത്രി അവളെ പാപ്പയും ഇന്നയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നാന്ന് പറഞ്ഞാൽ ജുംനേൻ്റെ താത്താനെയാണ് അവൾ ഇന്നാന്ന് വിളിക്കുക. അപ്പോൾ പാപ്പയും ഇന്നയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദമിനെ ഒരു ഊഞ്ഞാലയും അതുപോലെ കവായി സ്റ്റിക്കറൊക്കെ കൊടുന്നിട്ട് അതുപോലെ തന്നെ യെല്ല ബേബിക്ക് ഒരു ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഉമ്മമ്മ മേടിച്ച് കൊടുത്ത് അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ്. അങ്ങനെ അവളെ മാമിയുടെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിപ്പോഴാണ് ലാസ്റ്റിലാണ്, കുറച്ച് തിരക്കായി കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഡ്രസ്സ് എടുത്തിട്ട് ഭയങ്കര എടുക്ക് കഴിക്കലാണ്. ആദ്യം പിന്നെ ആ ഊനാല കെട്ടാണ്ട് ഒരു സമാധാനമല്ല. ഉമ്മച്ചി അത് എവിടെ കെട്ടുക, ഊനാല എവിടെ കെട്ടുകയെന്ന് വെച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ബേബി ഡ്രസ്സും പിടിച്ച് നടക്കണം. മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരാൾ അത് ഇടലും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പെൺകുട്ടിയാണല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പരാൾ എന്നെ ഒറ്റയ്ക്ക് എടുക്കലും കഴിഞ്ഞ് നോക്കലും കഴിഞ്ഞ് ഇനി മൂപ്പരാൾക്ക് അത് ഇട്ട് വെക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അത് പിന്നെ എല്ലാവരും പൊതുവെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ നേഴ്സറി പോകുമ്പോൾ ഇടാന്നൊക്കെ ഇടാം. മൂപ്പരാൾ അവിടെ കിടന്ന് വാചകടിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേഴ്സറി പോകുമ്പോൾ ഇടാ എന്നൊക്കെ. ഈ പറയുന്ന ആൾ നേഴ്സറി പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകണമെന്ന് വിചാരം. എന്നും പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോവുക. പക്ഷേ അത് ഞാനാണ്ട് മാറിക്കഴിഞ്ഞാൽ കരച്ചിൽ നിന്നിട്ടോ. പിന്നെ ടീച്ചർ നല്ല അടിപൊളി ടീച്ചറാണ്. അപ്പോൾ പിന്നെ അവൾക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സ് ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം. മൂപ്പരാൾക്ക് ഇടുന്ന് ഡാൻസ് കളിക്കാൻ കേട്ടോ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാട്ട് അവൾ തന്നെ പാടിയിട്ട് അവൾ തന്നെ ഇടുന്ന് ഡാൻസ് കളിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേയും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടും ഭയങ്കര സന്തോഷം തന്നെയല്ലേ. അതേപോലെ തന്നെ ഈ മക്കൾക്കും അവരുടേതായ ഒരു സ്പെഷ്യൽ ഡേക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും വെറുതെ കൊടുക്കുന്നതും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ബൈ.